ഒറ്റയ്ക്കാണോ? ഞാൻ കൊണ്ടാക്കണോ? പറഞ്ഞോളൂ. കീ ബാറ്ററിയുടെ പ്രശ്നമാണെങ്കിൽ നിങ്ങളല്ലേ ചെക്ക് ചെയ്യേണ്ടത്? 2 ആഴ്ച മുന്നേ ഞാൻ സർവീസിന് തന്നല്ലേ ഉള്ളൂ. അപ്പോൾ വണ്ടി സ്റ്റാർട്ടായില്ലെങ്കിൽ ഞാൻ റോഡിൽ കിടക്കണോ? ഞാനിവിടെ ബസ് സ്റ്റാൻഡിന് മുമ്പിലാ. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ട് വേഗം എന്നെ അറിയിക്കും. ചേട്ടാ ചേട്ടാ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി. ആ ഫോണൊന്നും തരുമോ? ഫോണൊന്നും തരാൻ പറ്റില്ല. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? Key not detected. കൊള്ളാലോ. ഹലോ ഹലോ താങ്ക്സ് ചേട്ടാ. ഹലോ, ഒരു ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചാ എന്റെ ഫോൺ തല്ലി പിടിക്കല്ലേ? അതിന് വന്നേ. കുട്ടി കരയല്ലേ? അതെ, അല്ല ഫോൺ പതുക്കെ തന്നാ മതി, കുഴപ്പമില്ല. കുട്ടി കരയാതെ. അനിലേ സാർ, കരയണ്ട, ഫോൺ പതുക്കെ മതി. എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല സാറേ. നിങ്ങൾ കല്യാണം കഴിഞ്ഞ് അന്ന് തന്നെ വഴക്കുമായോ? അയ്യോ, ഞങ്ങൾ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ ഈ കുട്ടിയെ ഇപ്പം കണ്ടതേ ഉള്ളൂ. ഇയാളെന്തിനാ ഈ കുട്ടിയെ കരയിപ്പിച്ച്? ഞാൻ കരയിച്ചിട്ടൊന്നുമില്ല സാറേ. എൻ്റെ അടുത്ത് കോൾ ചെയ്യാൻ ഒരു ഫോൺ വേണമെന്ന് പറഞ്ഞു, ഞാൻ ഫോൺ കൊടുത്തു, അത്രേ ഉള്ളൂ. അല്ലേ? ആണാ മോളെ, അത്രേ ഉള്ളോ? ഇയാൾ വല്ല ഇടങ്ങേറും കാണിച്ചോ? അതെ സാറേ, വേണ്ട അതിനും പറയല്ലോ. SP രാജ്കുമാർ സാറ് എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് കേട്ടോ. ആര്? SP രാജ്കുമാർ. അതിന് ഞാൻ എന്ത് വേണം? ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചില്ലല്ലോ സാറിൻ്റെ ഫ്രണ്ട് ആരാണെന്ന്. എല്ലാ കാശുകാരന്മാർക്കും ഒരു ധാരണയുണ്ട്. ഏതെങ്കിലും ഒരു SP-യുടെ പേര് പറഞ്ഞാൽ ഞങ്ങളൊക്കെ അങ്ങ് പേടിച്ചു പോകും. ആ ഗണത്തിൽപ്പെട്ട ആളല്ല ഈ SI മധുബാബു. മനസ്സിലായ? ആ കാറും കോട്ടും കണ്ടോ? വലിയ പുള്ളി എന്നാ തോന്നുന്നത്. അയ്യപ്പനും കോശിയും പോലെ ആവാതെ സൂക്ഷിക്കണം. സൂക്ഷിക്കാല്ലേ? ആ സൂക്ഷിക്കണം. ഓക്കെ ഓക്കെ. മോളെ, മോളുടെ പ്രശ്നം പറ. ഈ അങ്കിളിനോട് പറ. കുഴപ്പമില്ല സാർ. അല്ല അങ്കിള്, ഈ ചേട്ടൻ എനിക്ക് ഫോൺ ഹെൽപ്പ് ചെയ്താ. ആ കണ്ടോ സാറേ. പിന്നെന്തിനാണ് മോള് കരഞ്ഞത്? ഇന്നെ കല്യാണം നടക്കേണ്ടായിരുന്നു, പക്ഷെ ചെക്കൻ വന്നില്ല. ഇവിടെ തിരുവനന്തപുരത്തുണ്ട് ആള്. അവനെന്തോ പ്രശ്നപ്പെട്ടിരിക്കാന്ന് എനിക്കറിയാം. അല്ലാതെ സിജൻ എന്നോട് ഇങ്ങനെ ചെയ്യൊന്നുമില്ല. ഓള്
കുറച്ചുകൂടെ മാത്രം എന്താ ഉണ്ടായെന്ന് എനിക്ക് അറിയണ്ടേ. എനിക്ക് അവനെ കണ്ടുപിടിക്കണം. ചേടാ ഇത് വല്ലാത്ത കഷ്ടമായി പോയല്ലോ. എൻ്റെ മൂഡ് പോയി സാറേ, ഏ എൻ്റെ മൂഡ് പോയി. മൂട് പോയെന്നോ? മോളെ, അച്ഛന്റെയോ വീട്ടുകാരുടെയോ ആരുടെയെങ്കിലും നമ്പർ ഉണ്ടോ? അങ്കിളൊന്ന് വിളിക്കട്ടെ. ഞാൻ വീട്ടിലൊക്കെ പറഞ്ഞിട്ട് തന്നെ വന്നേ. മോളൊരു കാര്യം ചെയ്യ്, സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കും. പോലീസ് പരാതിപ്പെടാണെങ്കിൽ അവിടുന്ന് പരാതിപ്പെട്ട് വന്നാൽ പോരെ, ഇവിടെ വരേണ്ട ആവശ്യമുണ്ടോ? ശരിയാ, കറക്റ്റ്. എന്ത് കറക്റ്റ്? മോള് പറ. സിനിമ ഞാൻ കണ്ടുപിടിച്ചോളാം അങ്കിള്. മോളെ, മോള് തൽക്കാലം തിരിച്ചു പോകുന്നതല്ലേ മോക്ക് നല്ലത്? എൻ്റെ കയ്യിൽ സിജി താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് അഡ്രസ് ഒക്കെ ഉണ്ട്. അവിടെ ഒരു അന്വേഷണം ഞാൻ തിരിച്ചു വെക്കോളാം. സിജിനെ ചതിക്കൊന്നുമില്ല, അതെനിക്ക് ഉറപ്പാ. എനിക്ക് ഉറപ്പാ സാറേ. ആ ഉറപ്പാ. സാറേ സി എ. ആ സാർ. ഇല്ല സാർ. സാർ ഉടൻ കണ്ടുപിടിക്കാം സാർ. ഉറപ്പ് സാർ, ഉറപ്പ് സാർ. വലവീശി കഴിഞ്ഞു. പിടി അങ്ങോട്ട്. ഓ ഓ എന്റെ പൊന്നു മോളെ, MLA-യുടെ അനിയന്റെ മോളെ കാണാനില്ല. ആ കൊച്ചിന് 17 വയസ്സേ ഉള്ളൂ. നാളെ 18 വയസ്സാവും. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ നാളെ. അതൊരു പാവം കുട്ടിയാണ്. മോളൊരു കാര്യം ചെയ്യ്, തൽക്കാലം പോലീസ് സ്റ്റേഷനിൽ പോയിര്. തൊട്ടടുത്താണ് പോലീസ് സ്റ്റേഷൻ. ആളെ കണ്ടുപിടിക്കാം. മോള് പേടിക്കണ്ട. ഇപ്പൊ അങ്കിളിന് ഇങ്ങനെ ഒരു അർജന്റ് കേസില്ലായിരുന്നെങ്കിൽ അങ്കിള് തന്നെ കണ്ടുപിടിച്ചേനെ. സാറേ, സാറൊരു ഉപകാരം ചെയ്യാവോ? ഈ കുട്ടിയെ ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് ആക്കി കൊടുക്കണം. അല്ലേ? വാ സാർ കാണാം. നോർത്തിൽ വല വീശിയായിരുന്നോ? അയ്യോ ഇല്ല സാർ. വീശണം. വീശാം. ചേട്ടാ, താങ്ക്സ്. ചേട്ടാ, എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? എന്നെ ഈ അഡ്രസ്സിലേക്ക് ഒന്ന് കൊണ്ടുവിടുവോ? ഇവിടെയുള്ള വേറെ ആരൊന്നും ഓക്കെ ആയിട്ടൊന്നും തോന്നില്ല. ഞാനൊരു ഊബർ ബുക്ക് ചെയ്ത് തരാം. സ്റ്റേഷനോട് അടുത്താ, അങ്ങോട്ട് പോയാൽ മതി. അവർ ഹെൽപ്പ് ചെയ്യും. ഓക്കെ. ഹലോ, പറയടാ. എടാ സിദ്ധു, നീ കൊടുത്ത പ്രൊപ്പോസലല്ലേ, അത് അപ്രൂവൽ ആയി. സംഗതി കൺഫേം. എപ്പോ? ഞാനിപ്പോ ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങിയതുള്ളൂ. നീ മെയിൽ ഒന്ന് ചെക്ക്. വാവ്, താങ്ക് ഗോഡ്. അളിയ, ലോട്ടറിയാണ് അടിച്ചിരിക്കണത്. ചെലവുണ്ട്. ആ, അതൊക്കെ തരാം. ഇത് കഴിയട്ടെ. ഓക്കെ. ഓക്കേടാ. താങ്ക്സ് ഡാ. ശരി എന്നാ. കലക്കി. ഹലോ. ആ, അഡ്രസ് ഉണ്ടെന്നല്ലേ പറഞ്ഞ കയ്യിൽ? ആ. കയറിക്കോ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഹലോ, പതുക്കെ അടച്ചാൽ മതി. സോറി ഏട്ടാ, ഞങ്ങളുടെ നാട്ടിലേക്ക് ജീപ്പായോണ്ട് അതെനിക്ക് ശീലം. സോറി. ഇതിനകത്ത് എല്ലാം വളരെ പതുക്കെ ചെയ്താൽ മതി. ആ. അതെ, ആ സീറ്റ് ബെൽറ്റ് ഇട്ടോ. സീറ്റ് ബെൽറ്റ്. ആ, ഒരു മിനിറ്റ്. അതെ, ഇനി പതുക്കെ വലിച്ച്. പതുക്കെ. ആ, പതുക്കെ വലിച്ചിട്ട് ഇങ്ങനത്തെ. ആ, ഓക്കെ. ഓക്കെ. സെറ്റ്. അല്ല, പോവാന്ന്. ആ, പോവാം. ചേട്ടൻ വല്ല കല്യാണത്തിന് പോയിട്ട് വന്നാണോ? ഈ കോട്ട് കണ്ടിട്ട് ചോദിച്ചാണോ? ഞാനൊരു മീറ്റിംഗ് ആയിട്ട് വരാം.
അല്ല ഈ ആള് താമസിക്കുന്ന സ്ഥലം എവിടാന്നറിയോ? ഫ്ലാറ്റിന് അഡ്രസ് ഉണ്ടായിരുന്നു ഫോണില്. ഫോണൊന്നും ഓണായിക്കോട്ടെ കേട്ടാ. ആ Hello, Moto. ഇതേട്ടാ ഫ്ലാറ്റിന് അഡ്രസ്. ഇത് 10-15 കിലോമീറ്റർ ഉണ്ടല്ലോ, സമയമെടുക്കും. ആ ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓഫ് ചെയ്ത് വെച്ചോ, ഇതിലിട്ടോളൂ. താങ്ക്സ്. ഹലോ സ്റ്റെഫ് മോളെ, നീ എവിടെയാ? എന്ത് പണിയാ കാണിച്ചേ? ഞാൻ അങ്ങോട്ട് തിരിച്ചു വന്നോളാം. എന്നെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കേണ്ട ആവശ്യം എന്താ? ഞാൻ തിരിച്ചെത്തിക്കോളാം. ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയൊന്നുമല്ല. ഇപ്പൊ എവിടാ? എത്ര നേരം എന്നെ ഞാൻ വിളിച്ചോണ്ടിരിക്കുന്നു? ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത് ഞാൻ എത്തിക്കോളാന്ന്. നീ എന്താ ഞങ്ങളുടെ ടെൻഷൻ മനസ്സിലാക്കാത്തെ? നിങ്ങൾ വിളിച്ചോണ്ടിരിക്കുന്ന ഒരു കാര്യമില്ല. ഇരിക്കാൻ പറ്റുക? ഡമ്മേജാണൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ വന്നോളാം. നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ലെഫ്റ്റ് കൂടോ? ലെഫ്റ്റോ? എന്നെ കൊച്ചു, നീ എവിടാന്നൊന്ന് പറ. ഹലോ, ഞാൻ വിളിക്കാം. അതെ, ഇതെന്റെ സ്ഥലമാണ്, എൻ്റെ നാട്. ഞാൻ ഒരു ആവേശത്തിൽ പറഞ്ഞു കേട്ടാ, സോറി. മാപ്പ് ഡയറക്ഷൻ കാണിച്ചുകൊണ്ട് അങ്ങനെ തന്നെ പോകണം നിർബന്ധമൊന്നുമില്ല. തിരുവനന്തപുരത്ത് എവിടെ എങ്ങനെയൊക്കെ പോകണമെന്ന് ഗൂഗിൾ ആൻഡ് ഒക്കെ നന്നായിട്ട് എനിക്കറിയാം. മനസ്സിലായോ? ചേട്ടനറിയാലോ എൻ്റെ ഒരു സിറ്റുവേഷൻ. ഞാൻ അത് ടെൻഷനിൽ പറഞ്ഞു പോയതാട്ടാ, സോറി. എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ട് ചേട്ടൻ ഞാൻ ഒരു ഇറിറ്റേഷൻ പോലെ ആയല്ലേ. 3 വർഷത്തെ പ്രേമായിട്ടാ ഞാനും അവനായിട്ട്. അവനാ മൊത്തം കയ്യിന്ന് പോയിരിക്കാണ്. എന്താ ചെയ്യണ്ടെന്ന് ഒരു പിടിയും കിട്ടണല്ലോ. ചേട്ടന് മനസ്സിലാവില്ല എൻ്റെ അവസ്ഥ. സോറി ഏട്ടാ. ആ ഓക്കെ. അതെ, ഞാൻ അവിടെ കൊണ്ട് വിടത്തേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് എനിക്കൊരു സ്ഥലം വരെ പോകാനുള്ളതാണ്. ഈ രാത്രിയില്ല, അല്ല അവിടെ കൊണ്ടുവിട്ടാൽ മതി. അത് തന്നെ വലിയ കാര്യം. താൻ വീട്ടുകാരറിയാതെ ഒളിച്ചോടി വന്നാണോ? അല്ല, ചോദിച്ചതേ ഉള്ളൂ. ഞാൻ വീട്ടിലൊക്കെ പറഞ്ഞിട്ട് തന്നെ വന്ന്. ഇക്കാലത്തെ പിള്ളേരുടെ കാര്യമാണേ, ഒന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ടാ. ചേട്ടൻ മറ്റേ അമ്മ ഉണ്ടായി പോണോ? അല്ല, ഈ കാലത്തെ പിള്ളേരെന്നൊക്കെ പറഞ്ഞോണ്ട് ചോദിച്ചു. എന്ത് ഒന്ന് വേണ്ടി ചേട്ടാ, ചേട്ടാ പെട്ടെന്ന്. എന്താ മോളെ കുഴപ്പം? കുഴപ്പമില്ല. ഏ?
പഠിക്കുന്ന ടൈം തൊട്ട് എനിക്ക് പ്രശ്നമുണ്ട്. വേറൊരാൾ ഛർദ്ദിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഛർദ്ദിൽ വരും. ചേട്ടന് ചെറുതിലുണ്ടപ്പം എൻ്റെത് പോയി. ആണോ? ആ ചിലർക്ക് അങ്ങനെ ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഞാൻ ഓക്കെ. പോ. ഹലോ, എന്തു പറ്റി? ഒന്നുമില്ല. ഓക്കെ അല്ലേ? അയ്യോ, പ്രശ്നമുള്ളോ? എന്തു പറ്റേട്ടാ? അല്ല, പോലീസ്. അതിന് ഞാനേ 2 അടിച്ചിട്ടുണ്ട്. അതൊക്കെ ഛർദ്ദിച്ചു കളഞ്ഞില്ലേ? എന്നാലും സ്മെല്ലേ. നോക്കാം. വണ്ടി എടുക്കും. ഉറപ്പാണോ? ആ ആഹാ, കല്യാണ പാർട്ടിയൊക്കെ കഴിഞ്ഞ് വരുവാണല്ലേ? ചേട്ടൻ അടിച്ചിട്ടുണ്ടോ? ഇല്ല സാർ. എക്സ്പ്രഷൻ കണ്ടാൽ അറിയാമല്ലോ. അല്ല, ഞങ്ങളുടെ അടുത്തൊരു സ്ഥലം വരെ പോയിരുന്നു. അതാ. പിന്നെ ഊതി വെച്ച് പോവാം നമുക്ക്. സാർ, ഇത് SP രാജ്കുമാർ സാറിന്റെ ഫ്രണ്ടാ. സാർ, ആ വണ്ടിയിലിരിക്കുന്ന രാജ്കുമാർ സാറിന്റെ ഫ്രണ്ടാണോ? അത് വേണ്ടെന്തെന്ന് വെച്ച് ചെയ്ത് അതിന്റെ കാര്യങ്ങൾ നോക്കി വിടും. ഈ ചെറിയ കാര്യത്തിനൊക്കെ രാജ്കുമാർ സാറിന്റെ പേര് പറയുന്നത് വളരെ കഷ്ടമാണ് കേട്ടോ. വയ്ക്കോ വയ്ക്കോ. ഇയാളെന്തിനാ SP രാജ്കുമാറിന്റെ പേരൊക്കെ പറയാൻ പോയത്? അതിന് എനിക്ക് വേറെ ഐഡിയ ഒന്നും കിട്ടിയില്ല. ഇപ്പൊ സംഭവം വർക്കൗട്ടായില്ലേ? വർക്കൗട്ടായി. അമ്മച്ചി പറഞ്ഞോ. എന്തൊന്നാടാ സിദ്ധു ഇത്? നീ കഴിക്കുന്നില്ലേ? നിനക്കിവിടെ ഇടിയപ്പവും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എത്ര നേരമായി? അതൊക്കെ വളിക്കും. എടാ ചെറുക്ക, 8 മണിക്ക് വേണമെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത്. എനിക്ക് മരുന്ന് കഴിച്ചിട്ട് കിടക്കാനുള്ളതാ. അമ്മ കഴിച്ചിട്ട് കിടന്നോ? വെയിറ്റ് ചെയ്യണ്ട. നീ ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചെന്നുള്ള പരാതി പറയാനല്ലേ? അത് വേണ്ട. വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയില്ലേ സമയത്തിന് വന്ന് കയറും. ഉണ്ടാക്കിയാലോട്ട് വരുത്തുമില്ല. എനിക്ക് കാത്തിരിക്കാനൊന്നും വയ്യ. നീ ഒന്ന് പെട്ടെന്ന് വന്നേ. അമ്മ, ഞാൻ എത്തും. കുറച്ച് വൈകും. നീയും കൂടെ വന്നിട്ട് കഴിക്കാം. എനിക്ക് ഒറ്റയ്ക്കൊന്നും വയ്യ. അമ്മച്ചി ഭക്ഷണവും കഴിച്ച് മരുന്നും കഴിച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. കുഴപ്പമില്ലടാ, നീ വിളിച്ചാൽ മതി. ഞാൻ അപ്പം എടുത്തു തരാം. എല്ലാ കാര്യങ്ങളും ഞാൻ വന്നിട്ട് ചെയ്യുന്നു പറഞ്ഞ എങ്ങനെ അമ്മച്ചി? ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ. ഭക്ഷണം എടുത്തു വയ്ക്കാന്നല്ലേ പറഞ്ഞത്? നീ എന്തിനാടാ എന്നോട് ഇങ്ങനെ ചൂടാകുന്നത്? ശരി, അമ്മച്ചി ഇപ്പൊ കിടന്ന് ഉറങ്ങാൻ നോക്കൂ. ഞാൻ വന്നോളാം. പറഞ്ഞാലും മനസ്സിലാവില്ല.